കരിക്കകം സ്വദേശിനിയുടെ മരണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് മന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരം SIT ആശുപത്രിക്കെതിരെയുള്ള ബന്ധുക്കളുടെ പരാതിയിൽ പ്രത്യേക ടീമിനെ വെച്ച് അന്വേഷണം നടത്തി 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. വാർത്തയുടെ വിവരങ്ങളുമായി സുലേഖ ചേരുന്നുണ്ട്. സുലേഖ, 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ മന്ത്രിയുടെ നിർദ്ദേശം. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ശ്രീനിധി, എന്തായാലും 2 ദിവസത്തിനകം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നത് തന്നെയാണ് മന്ത്രി വീണ ജോർജ് ഇന്ന് അറിയിച്ചിട്ടുള്ള ഒരു കാര്യം. ഇത്തരത്തിൽ യുവതിയുടെ മരണം അത് ചികിത്സാ പിഴവ് മൂലമാണ് എന്നതാണ് ഈ കുടുംബത്തിന്റെ ആരോപണം. അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ആരോപണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കഴമ്പുണ്ടെങ്കിൽ അതിൽ അന്വേഷണം നടത്തി, കൃത്യമായ അന്വേഷണം നടത്തി വലിയ രീതിയിൽ പ്രത്യേക ടീമിനെ വെച്ച് അന്വേഷണം നടത്തി 2 ദിവസത്തിന് റിപ്പോർട്ട് സമർപ്പിക്കാനാണെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിൽ എന്തെങ്കിലും തരത്തിൽ കുടുംബം ആരോപിക്കുന്നത് പോലെ എന്തെങ്കിലും തരത്തിലുള്ള വസ്തുതയുണ്ടെങ്കിൽ അതിൽ നടപടി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. എന്തായാലും സൂപ്രണ്ടുമായി ഇപ്പോൾ കുടുംബം ചർച്ച നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ കുടുംബത്തിന്റെ ആവശ്യം അത് സുപ്രീം കോടതി ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള ഒരു അന്വേഷണ സംഘത്തെ ഇത്തരത്തിൽ അന്വേഷണത്തിന് ഏൽപ്പിക്കണമെന്നുള്ളതായിരുന്നു. അതിൽ തീരുമാനമുണ്ടാകാം. സർക്കാർ പ്രതിനിധികളെ ഇക്കാര്യങ്ങളൊക്കെ തന്നെയും അറിയിക്കാമെന്നതാണ് സൂപ്രണ്ട് SIT ആശുപത്രിയുടെ സൂപ്രണ്ട് കുടുംബത്തെ അറിയിച്ചത്. ഇത്തരത്തിൽ നിലവിലിപ്പോൾ യുവമോർച്ച പ്രവർത്തകരും ആശുപത്രിയിലേക്ക് മാർച്ചുമായി എത്തിയിരിക്കുന്നു. ഇത് വാതി തള്ളി കയറാനുള്ള ശ്രമമാണ് യുവമോർച്ചയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, SITയുടെ 2 വാതിലുകളും ഇത്തരത്തിൽ അടച്ചിരിക്കുന്ന രോഗികൾക്കും അതിനൊപ്പം തന്നെ കൂട്ടിരിപ്പുകാർക്കൊക്കെ തന്നെ ബുദ്ധിമുട്ടാകുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് യുവമോർച്ചയുടെയും അതിനൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ്. ഈ കവാടങ്ങൾ അത് അടച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇരു വിഭാഗത്തിന്റെയും ഭാഗത്ത് നിന്ന് നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അത്യാഹിത വിഭാഗത്തിലടക്കം നിരവധി പേർ ഈ ആശുപത്രിയിലേക്ക് എത്തുന്നതാണ്, അമ്മയും കുഞ്ഞും ആശുപത്രിയിലേക്ക് എത്തുന്നതാണ്. ആ കവാടത്തിന് മുന്നിലാണ് ഇപ്പോൾ യുവമോർച്ചയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രതിഷേധം നടക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട കുടുംബം ആരോപിക്കുന്നത് പോലെ, കുടുംബത്തിന്റെ പരാതിയിൽ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും 2 ദിവസത്തിനകം പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തി 2 ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശം അത് മന്ത്രി വീണ ജോർജിൽ നിന്ന് നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ളൊരു അന്വേഷണം അത് ഈ സംഭവത്തിൽ നടക്കുമെന്നുള്ളത് തന്നെയാണ് ശ്രീനിധി. ശരി സുലേഖ, ഇപ്പോൾ നമ്മോടൊപ്പം ഡോക്ടർ ജയശ്രീ കൂടി ചേരുന്നുണ്ട്. മെഡിക്കൽ ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ. ഡോക്ടർ, ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നുണ്ട്, ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. 2 ദിവസത്തിനകം കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്.